ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റത്തെ അവേ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 2-0 എന്ന ഗോൾ മാച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഈ ഗോൾ നേടിയത് ജെമി മക്ലാരനും ആൽഡ്രഡുമാണ്. 36-ാം മിനിറ്റിലായിരുന്നു മക്ലാരൻ്റെ ഫസ്റ്റ് ഒരു ഓപ്പൺ ഗോളായിരുന്നു അത്. ഫുൾ ടൈം കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൻ്റെ 7-ാമത്തെ മിനിറ്റിലായിരുന്നു ആൽഡ്രഡിൻ്റെ ആ ഒരു ഗോൾ വന്നത്. ഒരു ഹെഡർ ഗോളായിരുന്നു. നവോച്ച മൺവീറിനെ ഫൗൾ ചെയ്ത് തുടർന്ന് കിട്ടിയ ഫ്രീ കിക്ക് കൂടെയാണ് ആൽഡ്രഡിൻ്റെ ആ ഒരു ഹെഡർ ഗോൾ വന്നത്. കെവിൻ യൂക്ക് ഈ മത്സരത്തിൽ നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സച്ചിൻ സുരേഷിൻ്റെയും നല്ലൊരു പ്രകടനമാണ് കാണാൻ കഴിഞ്ഞത്. ഈ മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് പറയാനാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 23 ഷോട്ട് എടുത്തു, കേരള ബ്ലാസ്റ്റേഴ്സ് 2. ഷോട്ട് ഓൺ ടാർഗറ്റ് 7 കേരള ബ്ലാസ്റ്റേഴ്സ് 0. ഗോൾ പൊസഷൻ 65%, കേരള ബ്ലാസ്റ്റേഴ്സ് 35%. ഫൗൾസ് കമ്മിറ്റ് ചെയ്തത് 6 ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. കേരള ബ്ലാസ്റ്റേഴ്സ് 14 ഫൗൾസ് കമ്മിറ്റ് ചെയ്തു. അതിൽ 3 യെല്ലോ കാർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചപ്പോൾ 1 യെല്ലോ കാർഡാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കിട്ടിയത്. റെഡ് കാർഡ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഓഫ് സൈഡ്സ് പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ ഒരു തവണ ഓഫ് സൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ 10 കോർണേഴ്സാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കിട്ടിയത്. ബ്ലാസ്റ്റേഴ്സിന് 1 കോർണറാണ് കിട്ടിയത്. ബട്ട് അത്യാവശ്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നല്ലതായിരുന്നു മാച്ച് ഉടനീളം കണ്ട സ്ഥിതിക്ക്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ഇഞ്ചുറി ടൈമിന് ശേഷം ആ ഒരു ഗോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ബിക്കോസ് ആ ഒരു ഗോൾ ആരും പ്രതീക്ഷിച്ചില്ല. അതുവരെ അത്യാവശ്യം ഡിഫൻസും സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കണ്ടു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ യെല്ലോ കാർഡ് ലഭിക്കുന്ന ഡാനിഷ് ഫാറൂഖിനാണ് കളിയുടെ 31-ാം മിനിറ്റിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഫസ്റ്റ് ഹാഫിലെ 46-ാം മിനിറ്റിലായിരുന്നു. മാർലോൺ റൂസ്ത്രോ എബിൻ ദാസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നു. അതിനുശേഷം യോഹൈൻവ മീറ്റയ്ക്ക് പകരക്കാരനായി നവോച്ച സിംഗ് വന്നു 46-ാം മിനിറ്റിൽ. പിന്നെ 48-ാം മിനിറ്റിലാണ് നവോച്ച സിംഗിന് യെല്ലോ കാർഡ് ലഭിക്കുന്നത്. 57-ാം മിനിറ്റിൽ സെക്കൻഡ് ഹാഫിലാണ് കെവിൻ യൂക്ക് നിഹാൽ സുധീഷിന് പകരമായി സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നത്. അതിനുശേഷം 80-ാം മിനിറ്റിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. ശ്രീകുട്ടൻ MS ആണ് വന്നത് വിക്ടർ ടോമിയ്ക്ക് പകരക്കാരനായി. അതിനുശേഷം കളിയുടെ 82-ാം മിനിറ്റിൽ ബികാഷ് ഷിംനാമിന് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. പിന്നെ കളിയുടെ 87-ാം മിനിറ്റിലാണ് മിഡ്ഫീൽഡറായി വിപിൻ മോഹനൻ വരുന്നത്. ഒമർ ഭായ്ക്ക് പകരക്കാരനായിട്ടാണ് വിപിൻ വന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അങ്ങനെ ഈ മത്സരത്തിൽ 3 പോയിന്റ് നേടിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിലെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.